ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ അമ്പലമാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായൊരു അമ്പലമാണ് കൊടുങ്ങല്ലൂർ ശ്രീ ഗുരുമ്പ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ ഭരണി ഉത്സവം നടക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങൾക്ക് മുൻപോടിയായിട്ടുള്ള കൊടിയേറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ് ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. കുംഭമാസത്തിലെ ഭരണി നാൾ മുതൽ മീനമാസത്തിലെ ഭരണി നാൾ വരെയാണ് ഇത് നടക്കുന്നത്. മീനമാസത്തിലെ തിരുവോണ നാൾ മുതൽ അശ്വതി നാൾ വരെ 7 ദിവസങ്ങളാണ് പ്രധാന ചടങ്ങുകൾ. ഈ ദിവസങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതിനാൽ ഈ 7 ദിവസങ്ങൾ പകൽ മുഴുവൻ ക്ഷേത്ര നട തുറന്നിരിക്കുന്നു. അതാണ് ഭരണിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്. എല്ലാ ദേശത്തു നിന്നും ഭക്തർ സംഘം ചേർന്ന് വന്ന് അമ്പലങ്ങളിലേക്ക് ചേരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉത്സവം കൂടിയാണ് ഭരണി ഉത്സവം. പേര് കേട്ട ഉത്സവം കൂടിയാണ് ഈ ഭരണി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ അമ്പലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ്. കൊടുങ്ങല്ലൂർ മീനഭരണി ആരംഭിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഉള്ള കൊടിയേറ്റം നടന്നിരിക്കുകയാണ്. എല്ലാ അമ്പലങ്ങളിൽ പോലെയല്ല ഇവിടുത്തെ കൊടിയേറ്റം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു കൊടിമരമില്ലാത്തൊരു അമ്പലമാണ് കൊടുങ്ങല്ലൂർ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കൊടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുമ്മലും മറ്റ് അമ്പലങ്ങളിലെ വിവിധ സ്ഥലങ്ങളിലുള്ള എൻ്റെ ബാക്കിൽ കാണുന്നത് ഇത് കണ്ട ഇതേപോലെ കുടികൾ നീട്ടിയിട്ടാണ് ഉത്സവം നടക്കുന്നത്. പിന്നെ കൊടുങ്ങല്ലൂരുടെ ഒരു പ്രത്യേക തരം ഉത്സവം കൂടിയാണ് ഈ മീനഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനസാഗരം ഒരിക്കലുള്ളതെന്ന് ഇവിടെ വരുന്നത്. അതും പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ഭാഗങ്ങളിൽ നിന്നായിരിക്കുള്ളൂ കൂടുതലും ഭക്തജനങ്ങൾ ഇവിടെ എത്തി അവരുടേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ദൈവനോട് പറയണത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഭരണിയോടൊന്നിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതേ അമ്പലത്തിൻ്റെ ആ വശത്ത് തുടങ്ങി ഫുള്ള് കുടികളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഭരണിയിൽ പങ്കെടുക്കുന്ന ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ ലൈംഗിക ചുവയുള്ള ഭക്തിപ്പാട്ടുകൾ പാടുന്നു. ഒരാചാരം അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. ക്ഷേത്രം കേന്ദ്രീകരിച്ചും പ്രവർത്തിച്ച ബൗദ്ധരെ ഓടിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും ശാക്തേയ ആചാരത്തിലെ പഞ്ചമകര പൂജയുടെ ഭാഗമായ മൈഥുനത്തിന് പകരമായി ഭരണിപ്പാട്ട് പാടിയിരുന്നതായും രണ്ടഭിപ്രായമുണ്ട്. എന്നിരുന്നാലും രതിയും ഊർവ്വതയും മാതൃദൈവാരാധനയും ദൈവീകമായി കണ്ട് ജീവിച്ചിരുന്ന ആദിമജനതയുടെ കൂടിച്ചേരൽ കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന് കണക്കാക്കപ്പെടുന്നു. ദ്രാവിഡരായിരുന്ന അമ്മ ദൈവത്തെ ആദ്യമായി ആരാധിച്ചിരുന്നു. ഊർവരത മണ്ണിൻ്റെ ഫലപുഷ്ടി, കാർഷിക സമൃദ്ധി, യുദ്ധവിജയം, പ്രകൃതി തുടങ്ങിയ മാതൃദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആദ്യകാലത്ത് ദ്രാവിഡ ജനത തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ധങ്ങൾ രോക്ഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു. ദാരികവീരനെ വധിച്ച് കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവസ്തുതി പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവമെന്നും നിരപരാധിയായ തൻ്റെ ഭർത്താവിൻ്റെ വധിച്ചതിൽ സംഹാരരുദ്രയായി മധുരനാഗരം ദയിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ആണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിയുടെ സ്തുതിയെ തോറ്റമ്പാട്ടിൻ്റെ വടക്കുകൊല്ലത്തെ കണ്ണകിക്ക് പകരം കന്യാകാളിയും രൂപം കൊണ്ട് രാജാവിനെ വധിക്കതായി കാണാം. ഭരണി കേരളത്തിലെ ആകമാനമുള്ള പ്രത്യേകിച്ചും വടക്കൻ ജില്ലയിലെ ദ്രാവിഡ വിഭാഗങ്ങളുടെ അനുഷ്ഠാനമാണ്. തെക്കേ ഇന്ത്യയിലെ ശക്തി ഉപാസകരും ഭഗവതി ഭക്തരും ഇതിൽ പങ്കെടുക്കുന്നു. കൊടുങ്ങല്ലൂർക്കാരായ ദ്രാവിഡരും ഇതിൽ ക്രിയാത്മക ഇടപെടുന്നുണ്ട്. കുടുംബികൾ, പുലയർ, അരയർ, വള്ളോൻ, വേലൻ, വിശ്വകർമ്മൻ എന്നിങ്ങനെ പല സമുദായങ്ങൾക്ക് ഭരണിയിൽ പ്രത്യേക പങ്കാളിത്തമുണ്ട്. തിരുവോണം നാളിൽ മലബാറിൽ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങാണ് പ്രധാനം. കോഴിക്കല്ലിൻ്റെ ചുവന്ന പാട്ടു വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. അതോടെ കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം പകൽ സമയത്ത് മുഴുവൻ തുറന്നു കിടക്കുന്നു. അതിനാൽ ദർശനം നടത്താൻ സൗകര്യമാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ കൂട്ടമായി എത്തുന്നു. തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടുമാർ കൂട്ടമായി എത്തി തുടങ്ങുന്നു. അവർ തങ്ങളുടെ അവകാശത്തറയിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. 6ാമത്തെ ദിവസം രേവതി നാളിൽ കളമെഴുത്തും പാട്ടും വിളക്കും ആണ് ചടങ്ങുകൾ. രേവതി ദിവസം ഭദ്രകാളി ദാരികനെ വധിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. രേവതി സന്ധ്യയ്ക്ക് കാളി ദാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് രേവതി ദിവസം ദർശനത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. പിറ്റേന്ന് 7ാം ദിവസം അശ്വതി നാളിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാൻ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചുപൂട്ടി രഹസ്യപൂജയായ തൃച്ചന്ദന ചാർത്ത് നടത്തുന്നു.
ഈ സമയത്ത് കോമരക്കൂട്ടങ്ങളും ഭക്തരും പുറത്ത് ഭഗവതിയെ സ്തുതിപാടി നൃത്തം ചെയ്യുന്നു. പൂജ പൂർത്തിയാക്കിയ കോയിമ്മ പട്ടുകുട ഉയർത്തുന്നതോടെ കാവ് തീണ്ടൽ ആരംഭിക്കുന്നു. ഏകദേശം 4 മണി കഴിഞ്ഞാവും ഈ ചടങ്ങ് നടക്കുക. ഈ സമയത്ത് കോമരങ്ങളും ഭക്തങ്ങളും മുളന്തണ്ടുകൊണ്ട് ക്ഷേത്രത്തിൽ ചെമ്പോല തകിടുകളിൽ അടിച്ച് 3 തവണ പ്രദക്ഷിണം ചെയ്യുന്നു. താനാരോ തന്നാരോ അമ്മേ നാരായണ ചേർന്ന ഭഗവതി സ്തുതികൾ മുഴങ്ങി കേൾക്കുന്നു. കോഴിക്കല്ല് മൂടുന്ന ദിവസം തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിൽ ഭക്തർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു. അവർ തങ്ങളുടെ അവകാശത്തറയിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. കോഴിക്കല്ലിൽ ചെമ്പട്ട് വിരിക്കൽ, കോഴിയെ നടക്കി വയ്ക്കുക, വാളും ചിലമ്പും സമർപ്പണം, രോഗശാന്തിക്ക് മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക, ശ്വാസകോശ രോഗങ്ങൾ അകലുവാൻ തവിട്ടുമുത്തിക്ക് തവിട് അഭിഷേകം, ഇഷ്ടവിവാഹത്തിന് ദീർഘമാംഗല്യത്തിനും പട്ടും തലയും നടക്കുക തുടങ്ങിയ ധാരാളം വഴിപാടുകൾ ഭരണയോടനുബന്ധിച്ച് നടക്കാറുണ്ട്. കാവുനീണ്ടലിനെ തുടർന്നുള്ള 7 നാൾ ക്ഷേത്രനട അടച്ചിടുന്നു. ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരുന്ന ഭഗവതിക്ക് മുൻപിൽ ഭക്തർ വഴിപാടുകൾ സമർപ്പിക്കുകയും പിന്നീട് പൂയ നാളാവുമ്പോൾ നട തുറക്കുകയും ചെയ്യുന്നു.